ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും MBCയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാലയുടെ ലോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യമേ ഒരു കുപ്പിവളയാണിത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അതിലേക്ക് നൂൽക്കമ്പികൾ കുറേ എണ്ണം ഇട്ടിട്ടുണ്ട്. ഇതിൽ ഒരു 3-4 എണ്ണം എടുത്ത് ഒരുമിച്ച് പിരിച്ച് വെക്കുക. എന്നിട്ട് അതുപോലത്തെ 2-3 എണ്ണം എടുത്തിട്ട് വീണ്ടും അത് തമ്മിൽ പിരിച്ച് വെക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇതുപോലെ വരും. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ലോക്കറ്റിൻ്റെ അകത്തുള്ള മരത്തിൻ്റെ വേരുകൾ. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കുക. അപ്പോൾ അത് മരത്തിൻ്റെ തടിയായി. ഇനി ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ചെണ്ണം കൂട്ടമാക്കിയിട്ട് അത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ഓരോ നൂൽക്കമ്പി വീതം എത്തുന്ന പോലെ ആക്കുക. നമ്മൾ വേരിന് ചെയ്തതിൻ്റെ നേരെ റിവേഴ്സ്. ആദ്യമേ അത് ഉള്ള മുഴുവൻ നൂൽക്കമ്പിനെ 2 ആക്കുക, അതിനെ വീണ്ടും 4 ആക്കുക, അങ്ങനെ ഓരോ നൂൽക്കമ്പി എത്തുന്നിടം വരെ. ഞാനിവിടെ പഞ്ചസാര മുത്താണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര മുത്ത് വെക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഞാനെടുത്ത നൂൽക്കമ്പിക്ക് നീളം കുറഞ്ഞു പോയതുകൊണ്ടാണ് വേറെ ഒരു നൂൽക്കമ്പി കൂടെ വെച്ച് നീളം കൂട്ടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ല നീളമുള്ള നൂൽക്കമ്പി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വെക്കുന്ന പഞ്ചസാരമുത്ത് അവിടെ നമ്മൾ വെച്ചിടത്തുനിന്ന് പോകാത്ത രീതിയിൽ ലോക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോ നൂൽക്കമ്പിയിലും നമുക്ക് പഞ്ചസാരമുത്ത് ഓരോന്നോ 2 എണ്ണമോ വീതം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന നൂൽക്കമ്പി എന്ന് പറയുന്നത് നമ്മുടെ വയറിലൊക്കെ ഉള്ള നൂൽക്കമ്പിയാണ്. വയറ് സ്ട്രിപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ നൂൽക്കമ്പികളുടെ എല്ലാ അറ്റം നമുക്ക് അതിലോട്ട് തന്നെ വളയിലോട്ട് തന്നെ ചുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലോക്കറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കൊളുത്ത് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മരത്തിൻ്റെ ലോക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി.